ഹലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നോട്ട് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പെയിൻറ്റിങ് ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്യാമെന്ന്. ഞാൻ നോർമലി പെയിൻറ്റിങ്സ് ഒക്കെ ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാറ്. ബട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ലോങ് വീഡിയോ തന്നെ വേണമല്ലോ. സോ ഫസ്റ്റ് ഞാനൊരു സ്കൈ ബ്ലൂ കളറാട്ടോ എടുക്കുന്നത്. ഇത് ഞാൻ ഫുൾ അടിച്ചു കൊടുക്കുന്നില്ല, ലെഫ്റ്റിൽ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. അത് ഞാനത് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് വേണ്ട രീതിക്ക് തന്നെ ഇത് ഫില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കളർ അടിക്കാം. അടുത്ത ഞാൻ ചൂസ് ചെയ്തതിന് വൈറ്റ് ആണ്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നമ്മൾ വൈറ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ബ്ലൂ ഉണങ്ങുന്നതിന് മുന്നേ വേണം വൈറ്റ് അടിക്കാൻ. എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ബ്ലെൻഡായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു സ്കൈൻ്റെ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാൻ വയ്ക്കാം. ഇതിപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്രഷ് ഒന്ന് സ്വിച്ച് ചെയ്തു കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ഫൈനായിട്ടുള്ള ബ്രിസിൽസ് വന്ന ബ്രഷ് ആട്ടോ ഈ എടുത്തേക്കുന്നത്. ബിക്കോസ് നമ്മൾ ബ്രാഞ്ചസ് ആണ് വരയ്ക്കാൻ പോകുന്നത്. സോ നമ്മൾ ഒരു ചെറി ബ്ലോസ് ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ബ്രാഞ്ചസ് മീൻസ് ഒരുപാട് കട്ടിയൊന്നുമില്ല, ഭയങ്കര തിന്നല്ലേ. സോ അത് ഒരു ഏറ്റവും തിന്നായിട്ടുള്ള, നിങ്ങളുടെ കയ്യിൽ ഏറ്റവും തിന്നായിട്ടുള്ള ബ്രഷ് ഏതാണോ അത് വെച്ചിട്ട് വരയ്ക്കുക. പിന്നെ ഞാൻ വൈറ്റ് ഫ്ലവേഴ്സാണ് അതിൽ യൂസ് ചെയ്യുന്നത്. പിങ്ക് ചെറി ബ്ലോസം വരച്ചാലോ എന്ന് ആലോചിച്ചാൽ പിന്നെ ഞാൻ മാറ്റി വൈറ്റ് ആക്കി. ബിക്കോസ് എനിക്ക് ആ ഇക്കിഗായ് ബുക്കില്ലേ, അതിൻ്റെ കവറൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ. സോ അത് ഇൻസ്പയർഡ് പോലെ ആക്കാമെന്ന് വിചാരിച്ചു. ഇതങ്ങോട്ട് അടിച്ചു കൊടുക്കാനുണ്ട്. ഇത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ചുമ്മാ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലവേഴ്സിൻ്റെ ഔട്ടർ ലെയറൊക്കെ ഏകദേശം സെറ്റായുണ്ട്. ഇനി അതിൻ്റെ ഇന്നറിൽ ഒരു ഡീറ്റെയിലിംഗ് പോലെ ഞാൻ ഉദ്ദേശിച്ച ഒരു മെറൂൺ കളറാണ്. സോ എൻ്റെ കയ്യിൽ ഏകദേശം മാച്ചായിട്ട് വന്നൊരു കളർ എടുത്ത് ഞാൻ അതിൻ്റെ മിഡിൽ പോർഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആവാമെന്ന് തോന്നിയിട്ട് ഞാൻ ഈ ബ്രാഞ്ചസിലൊക്കെ ഈ മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് കളറ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗൈസ്, അപ്പം നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂലേ ഇത്.